സോറി. അപ്പോൾ കോൺഗ്രസിൻ്റെ കാര്യത്തിൽ അത് ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിക്കാതെ പോകുന്ന മണ്ടത്തിലാണ്. മറ്റൊന്ന്, ഇന്നിപ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് തങ്ങൾ പറഞ്ഞു, ഇപ്പോഴത്തെ രാമജന്മഭൂമി വഖഫ് ഭൂമിയിലാണ്. വഖഫ് ഭൂമിയിലായിരുന്നു എന്നാണോ പറഞ്ഞത്, അത് ആണ് എന്നാണോ? ആയിരുന്നു എന്ന് പറഞ്ഞെങ്കിൽ അദ്ദേഹം പറഞ്ഞ പോയിന്റ് മറ്റൊരു കാര്യം ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. അദ്ദേഹം കുറ്റപ്പെടുത്താൻ ഒക്കില്ല. കാരണം ബാബരി മസ്ജിദ് എന്ന് പറഞ്ഞാൽ ഇരുന്നത് വഖഫ് ഭൂമിയാണ്. അതിൽ കോടതി ഇടപെട്ട് ആർക്ക് കൊടുത്ത്, ഹിന്ദു വിഭാഗത്ത് കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ എല്ലാവരും സമ്മതിച്ചു. അതുപോലെ മുനമ്പത്തെ സ്ഥലവും വേണ്ടി കോടതി ഇടപെട്ട് കൊടുക്കാമെന്നുള്ള അർത്ഥമായിരിക്കും പുള്ളി ഉദ്ദേശിച്ചത്. അല്ലാതെ വഖഫ് ഭൂമി ആയെന്ന് എന്ന് പറഞ്ഞു എന്താണ് ഇപ്പോൾ ചില ചാനലൊക്കെ അദ്ദേഹത്തെ ക്രോശിക്കുന്നത്. പറയുന്നത് വൈദ്യർ പറഞ്ഞ് ഗുളിക കൊണ്ട് നാവിലിടാൻ, അതുകൊണ്ട് നാഭിക്ക് കിട്ടിയതുപോലെ നാവ് വേറെ നാഭി വേറെ. നാഭി ശംഖസ്ഥാനം എന്ന് പറയും, നാവടി വായിലാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ബാബരി മസ്ജിദ് ഇരുന്ന സ്ഥലം വഖഫ് ഭൂമി ആയിരുന്നു എന്ന് പറഞ്ഞോ ആണ് എന്ന് പോലും വ്യത്യാസമുണ്ട്. അത് തന്നെയല്ല, ഇനിയുള്ള കാര്യത്തിൽ തങ്ങളുടെ കാര്യങ്ങൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട ആളാണ് തങ്ങളുടെ കാര്യങ്ങളൊക്കെ പ്രസ്താവന കൊടുക്കുമ്പോഴായിട്ട് അതിനെക്കുറിച്ച് ഒരു ഉപദേശ സമിതി ഉണ്ടാക്കി. ഇത് മുസ്ലിം സമുദായത്തിലെ ലീഗിൽ ഉപദേശ സമിതിക്ക് പറ്റിയ യോഗ്യതയുള്ള ആൾക്കാർ ഇല്ലേ? 4, 5, 7 പാനൽ അവതരിപ്പിച്ച് ആ പാനൽ കാണിച്ചു വേണം പുറത്തു പറയാൻ. ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവ് ആലോചിക്കാതെയും ചിന്തിക്കാതെയും ഒരു കാര്യം പെട്ടെന്ന് പ്രഖ്യാപിക്കരുത്. ഒരു കാര്യം മനസ്സിൽ തോന്നിയാൽ അത് ഉപദേശ സമിതി അല്ലെങ്കിൽ അഡ്വൈസറി ബോർഡ് അല്ലെങ്കിൽ എന്താ പറയുക അതിൻ്റെ ഉപദേഷ്ടാക്കൾ അവർ കാണിച്ച് അവർ കൂടി കണ്ട് പാസ്സായിട്ട് പറയാവുള്ളൂ. വേറൊരു തങ്ങളല്ല. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് മാത്രമല്ല, സർവസ്വമാണ്. അതങ്ങനെ ചിന്തിക്കണം ലീഗ്. എന്താണ് മറന്നു പോകുന്നത്? അതുപോലെ ഈ കൊച്ചു കൊച്ചു കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല. ഇന്നിപ്പോൾ എറണാകുളത്ത് സെൻറ്റ് ജോസഫ് കോളേജും പിന്നെ ലോ കോളേജൊക്കെ അടുത്തടുത്താണല്ലോ. അവിടെ ഒരു കാറ് ടെമ്പോ വാനിലിടിച്ച് വടതിലെക്കാൻ ഒരാൾ മരിച്ചു. ദുഃഖമുണ്ട്. നമ്മളതിന് പിന്നെ ആദരാഞ്ജലി അർപ്പിക്കുകയും ചെയ്യണം. ആർക്കും അപകടം വരാതിരിക്കട്ടെ. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, എറണാകുളം സിറ്റിയിൽ പ്രത്യേകിച്ചും ഒരു 3-3:30 മണിക്ക് സ്കൂളിൽ വിടുമ്പോഴേ മിക്കവാറും സ്കൂളിൻ്റെ ഫ്രണ്ടിൽ മെയിൻ റോഡിലാണല്ലോ എല്ലാം ഇരിക്കുന്നത്. മെയിൻ റോഡിൽ വലിയ ബ്ലോക്കാണ്. 2 ഏക്കർ സ്ഥലം വേണം ഒരു ഹൈസ്കൂൾ തുടങ്ങാൻ. കോളേജ് തുടങ്ങി മിനിമം 5 ഏക്കർ വേണം. LP തുടങ്ങാൻ 50 സെൻറ്റ് വേണം. UP തുടങ്ങാൻ 1 ഏക്കർ വേണം. ഇത്രയൊക്കെ സ്ഥലം കോളേജ് തുടങ്ങാൻ വീടിന് മുകളിൽ വേണം. ഇത്രയൊക്കെ സ്ഥലം ഉണ്ടെങ്കിൽ കോളേജ് അനുവദിക്കുമോ അല്ലെങ്കിൽ ഹൈസ്കൂൾ അനുവദിക്കുമോ? അല്ലെങ്കിൽ അങ്ങനെ സ്കൂളിൽ കോമ്പൗണ്ടിനകത്ത് കയറ്റി വണ്ടി ഇടാതെ ഈ വണ്ടികളെല്ലാം പക്ക റോട്ടിലിടാണ്. ഇപ്പോൾ ചില സ്കൂളിൻ്റെ പേര് ഞാൻ എടുത്തു പറയുന്നില്ല, പല സ്കൂളിൻ്റെ ഫ്രണ്ടിലും ഇതുപോലെ റോഡ് ബ്ലോക്കാണ് ആ ഒരു 1/4 മണിക്കൂരത്തേക്ക്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ വിദ്യാർത്ഥികളെ കൊണ്ടുവരുന്ന വണ്ടികൾ അവർ നിങ്ങളുടെ കോമ്പൗണ്ട് കയറ്റിയിടണം. അവർ വന്ന് വണ്ടി ഡ്രൈവിംഗ് പഠിപ്പിക്കാമല്ലോ. വണ്ടി വന്ന് ക്യൂവിൽ നിന്ന് ആളെ കയറ്റി അവിടെ നിന്ന് പോകുന്നു. ഒരു ഗേറ്റ് കൂടി വരുന്ന മറ്റേ ഗേറ്റ് കടന്നു പോകുന്നു. അതും ആ സ്കൂൾ വിടുന്ന സമയത്ത്, നേരത്തെയല്ല. കഴിയുന്ന നിങ്ങൾ റോഡ് പബ്ലിക് റോഡ് ഉപയോഗിക്കാതെ നിങ്ങളുടെ കോമ്പൗണ്ട് ഉപയോഗിക്കണം. അല്ലെങ്കിൽ ഇതുപോലെ അപകടങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾ ആലോചിച്ച് ഒരു 3-3:30 മണിക്ക് ചില സ്കൂളിലേക്ക് ഫ്രണ്ടിൽ നിങ്ങൾ ചെന്ന് നോക്ക്, മിക്കവാറും തിരക്കാണ്. അല്ലെങ്കിൽ തന്നെ ഒരു ഒരു സ്കൂട്ടർ നിർത്തി അപ്പോൾ റോഡ് ബ്ലോക്ക് നമ്മളെ സിറ്റി. അത് ചെയ്യണം. പിന്നെ വേറൊരു കാര്യം പറഞ്ഞത്, എന്താണ് നമ്മുടെ ഉദ്യോഗസ്ഥന്മാർക്കും മന്ത്രിമാർക്കും ഒക്കെ പറ്റുന്നത്? ഒരു നിയമം ഒരു വെഹിക്കിൾ ഇൻസ്പെക്ടറുമായിട്ട് കൊണ്ടുവന്നേക്കാണെന്നറിയോ? വണ്ടിയുടെ ഉടമസ്ഥനല്ല മറ്റാൾ വണ്ടി ഉപയോഗിക്കാൻ പാടില്ല, ഓടിക്കാൻ പാടില്ല. ഇതൊന്ന് ആലോചിച്ച് നോക്കി. വണ്ടിയുടെ രജിസ്റ്റേർഡ് ഓണർക്ക് മാത്രമേ വണ്ടി ഓടിക്കാവൂ. നിങ്ങളിട്ടൊക്കെ നിയമപ്പെടുന്നത് മറ്റാർക്കും കൊണ്ടുപോകാൻ പാടില്ല. അതേ സ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആളായിരിക്കണം എന്ന് പറയാം. ഉടമസ്ഥ സമ്മതത്തോടെ ഇത് ഉപയോഗിക്കാനും കൊടുക്കാം. ഉദാഹരണം പറഞ്ഞാൽ
അദ്ദേഹം അറിയുന്ന ആളാണെങ്കിൽ ആ സുഹൃത്തിന് വണ്ടി കൊടുത്ത് എന്താ കുഴപ്പം? ലൈസൻസ് ഉള്ള ആളായിരിക്കണമല്ലോ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്ത് 6-7 മക്കൾ മരിച്ചത് അതിൽ ഉത്തരവാദിത്വം ആൾക്ക് വണ്ടി കൊടുത്ത ആൾക്കുണ്ട്, വണ്ടി ഓടിച്ചവർക്കുണ്ട്, പിള്ളേർക്കുണ്ട്, അല്ല ഹോസ്റ്റലിലെ ജീവനക്കാർക്കുണ്ട്, കോളേജ് ഓഫീസേഴ്സിനുണ്ട്. എല്ലാം അന്വേഷിക്കണം. 7:30 മണിക്ക് ശേഷം കുട്ടികൾ ഇന്ന് പുറത്തു വിട്ടു. ആ 7 പേർ കയറുന്ന വണ്ടിയിൽ 11 പേര് കടത്തി വിട്ടപ്പോൾ ഈ ഓർഡർ വിളിച്ചിരിക്കുകയായിരുന്നു. വണ്ടി ഓടിച്ച് ഇപ്പം മരിച്ചു എന്നാണ് വണ്ടി ഓടിച്ചവർ. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ അത് പലരും ഉത്തരവാദിയാണ്. അത് ഉടമസ്ഥ അല്ലാത്ത ഒരാൾ വണ്ടി ഓടിച്ചിട്ടല്ല അപകടം ഉണ്ടായത്. ഓടിച്ച ആളുടെ അപകടമാണ്. അത് ഇതുപോലെയാണ്. അരയാൽ ചൂട്ടിൽ പട്ടി ഉറങ്ങിക്കിടക്കായിരുന്നു. അതിൻ്റെ ഉറങ്ങിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഒരു കണിയാർ കാലുകൊണ്ട് തട്ടുകെട്ടി. പട്ടി വിശന്ന് കിടക്കുന്ന പട്ടി ദേഷ്യം കാലിൽ പിടിച്ച് കാല് പിടിച്ച കടിച്ച കാലും രക്തം വരുന്ന കാലായിട്ട് കണിയാർ പോകുന്ന വഴി ഒരാൾ ചോദിച്ചു, എന്ത് പറ്റി കണിയാർ? അതോ അരിയാലും ചൂട്ടി കിടക്കുന്ന പട്ടി കണ്ട വഴി മാറി പോകണം, അല്ലെങ്കിൽ പിടിച്ച് കടിക്കുന്നു. അവിടെ അതാണ് സംഭവം. അവിടെ എന്താ സംഭവം തന്നെ? ഒരു അരിയാലിൽ ചൂട്ടി കിടക്കുന്ന പട്ടി വിശന്ന് ദേഷ്യപ്പെട്ട് കിടക്കുമ്പോൾ അദ്ദേഹത്തെ കാലോട് തട്ടിയപ്പോൾ പട്ടി പിടിച്ച് കടിച്ചു. അതുകൊണ്ട് അരിയാൽ ചൂട്ട് കട്ടിയെല്ലാം കടിക്കുന്നുണ്ടോ? അതുപോലെ ഇപ്പം ഒരു സ്ഥലത്തൊരു അപകടം ഉണ്ടായി എന്ന് ചോദിച്ചിട്ട് ഉടനെ ഒരു നിയമം ഉണ്ടാക്കണം. ഒരു നിയമമുണ്ട് ദേശീയ ലെവലിൽ. 2 വീലറൊക്കെ ലേറ്റ് ഇട്ട് ഓടിക്കണമെന്ന്. കാറുകൾ 2 വീലർ ലേറ്റ് ഓടിക്കും. വടക്കേ ഇന്ത്യയിൽ മഞ്ഞ് കാലത്ത് ഒരു 3-4 മാസം മഞ്ഞുണ്ട്. അപ്പോൾ വണ്ടി കാണാൻ പറ്റില്ല, നല്ല മൂടൽ മഞ്ഞൊക്കെ ഉണ്ട്. അപ്പോൾ ലേറ്റ് ഇടാം. അത് ഓൾ ഇന്ത്യ ബേസ് നിയമമാക്കി. ഈ ചുട്ടുപൊള്ളുന്ന കേരളത്തിലും ലേറ്റ് ഇട്ട് ഓടിക്കും. വർഷങ്ങളായിട്ടാണ് ഓടിക്കുന്നത്, ലേറ്റ് ഇട്ട് ഓടിക്കുന്നത്. ഓട്ടോമാറ്റിക്കായിട്ട് കമ്പനി ഫിറ്റ് ചെയ്തേക്കാണ്. പക്ഷേ എവിടെയാണ് ബി പ്രാക്ടിക്കൽ എന്ന് പറയുകയും ചെയ്യും, പ്രാക്ടിക്കൽ എന്ന് പറയാതെ അവരുടെ യുക്തി അനുസരിച്ചാണ്. ഇപ്പോൾ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഒരാൾ പറഞ്ഞ നിയമം ഇന്ന് കണ്ടെന്തറിയോ? ഉടമസ്ഥനല്ലാതെ വണ്ടി ഉപയോഗിക്കാൻ പാടില്ല, ഓടിക്കാൻ പാടില്ല. എൻ്റെ പൊന്ന സാറ്, നിങ്ങൾ എവിടെ കൊണ്ടാണ് ഇത് പറയുന്നത്? അതെങ്ങനെ ശരിയാകുക? വലിയവൻ്റെ ഡ്രോയർ കയറി കുഞ്ചിൻ്റെ ഡ്രോയർ കയറ്റി കേസ് ജയിച്ചു മന്ത്രിമാരൊക്കെ ഉള്ള കാലമല്ലേ? പെണ്ണുപിടിയന്മാരും അഴിമതിക്കാരും സ്വാതാൽപ്പക്കൾ ഭരിക്കുന്ന മന്ത്രിമാരാകുമ്പോൾ ഇതൊക്കെ എന്ത് വരും? എല്ലാവർക്കും ഇതിനു മുമ്പ് കേരളം ഭരിച്ചിരുന്ന മന്ത്രിമാരുണ്ടായിരുന്നു. ഇമ്പിച്ചാവ ട്രാൻസ്പോർട്ട് മന്ത്രിയായിരുന്നല്ലോ. ഇമ്പിച്ചാവ വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, സാമാന്യ വിദ്യാഭ്യാസമുള്ള മനുഷ്യ. എത്ര ഡീസൻ്റ് അദ്ദേഹം ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്തത്. ചിലപ്പോൾ സിഗരറ്റ് പാറ്റിൻ്റെ അകത്തുള്ള വെള്ളക്കള്ളാസിൽ അപ്പോൾ ഇതിന് ഓർഡർ കൊടുത്തിട്ടുണ്ടാവും. അതൊക്കെ വേറെ ഒരാൾക്ക് ജോലി കൊടുത്തല്ലേ ഉള്ളൂ, വേറെ അഴിമതിയൊന്നുമില്ലല്ലോ അത്. അങ്ങനെ ഭരിച്ചിരുന്ന വകുപ്പാണ് ഇപ്പോൾ ഇങ്ങനെ കാണിക്കുന്നത്. ഇതുപോലെ ഇറസ്പോൺസിബിളായിട്ട്. എൻ്റെ സഖാക്കളെ, എൻ്റെ സുഹൃത്തുക്കളെ, നിങ്ങൾ കുറച്ചുകൂടിയൊക്കെ കാര്യങ്ങൾ ഗൗരവത്തോടെ മനസ്സിലാക്കുന്നേ. ഞാൻ രാഹുൽജി കാര്യം പറഞ്ഞ പോലെ അദ്ദേഹത്തിന് മെച്ചുവായ നിലയ്ക്ക് അദ്ദേഹത്തിന് ഡ്രസ് കോഡോ യൂണിഫോമൊക്കെ മനസ്സിലാക്കണ്ടേ? അതുപോലെ ഈ മന്ത്രിമാരെ അല്ലെങ്കിൽ മന്ത്രിമാരുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരും കുറച്ചുകൂടി പ്രാക്ടിക്കലായിരിക്കണം. അത് ബി പ്രാക്ടിക്കൽ എന്ന് പറയും. എന്താണ്? ലൈസൻസ് ഉള്ള ഒരാൾക്ക് വണ്ടി കൊടുക്കാം. ലൈസൻസ് ഉണ്ടായിരിക്കും, ഓക്കെ. അല്ലെങ്കിൽ നമുക്ക് ബോധ്യമുള്ള ആളായി കൊടുത്തു വിടുക. കാരണം 5-6 ലക്ഷം വിലയുള്ള കാറൊക്കെ പരിചയമില്ലാത്തവർക്ക് കൊടുത്തു വിടില്ല. കൊടുത്തുവിട്ട് അവൻ്റെ മുതൽ പോകില്ലേ? അതിനെന്താണ് പൊതു നിയമം? വണ്ടിയുടെ ഉടമസ്ഥന് മാത്രമേ ഓടിക്കാവൂ. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഈ ഉടമസ്ഥന് ലൈസൻസിലെ ആളാന്ന് വിചാരിക്കാം, അയാളപ്പോൾ ഡ്രൈവറെ വെച്ച് വണ്ടി ഓടിക്കണ്ടേ? അപ്പോൾ ഇതൊക്കെയാണ് പ്രാക്ടിക്കലാത്ത ചിന്തിക്കുന്നത്. പിന്നെ റെൻ്റ് കാറിലൊക്കെ അപകടം ഉണ്ടെങ്കിൽ നിയന്ത്രിക്കൂടെ, അത് നിയമമുണ്ട് ഇവിടെ. അതൊക്കെ ഇല്ലാതെ ഒന്ന് എന്തുമാത്രം ബുദ്ധിമുട്ടാണ്. പ്രത്യേകം ഗൾഫിന്നൊക്കെ വരുന്നവർക്ക് 2 ആഴ്ച ആവശ്യമുള്ള അവർ ഡ്രൈവിംഗ് അറിയാം, സുഖമായിട്ട് നോക്കിയാൽ അവർ വണ്ടി വേണം, വാടക, അങ്ങനെയൊക്കെ വരുമ്പോൾ അങ്ങനെയൊക്കെ എല്ലാം വിഷം നിന്ന് പിന്നെ പട്ടിയും ദാരിദ്ര്യം കൂടെ. അതൊക്കെ മനസ്സിലാക്കാത്തത് എന്ത് കാണിക്കുന്നത്? ഒരു രീതിയിലും പ്രാക്ടിക്കലി ചിന്തിക്കാതെ മുന്നോട്ട് പോവുകയാണ്. ആ കോൺഗ്രസ് കാര്യം പറഞ്ഞതുപോലെ മറ്റു കാര്യങ്ങൾ. ഇപ്പം അതിൽ വേറൊരു കാര്യം പറഞ്ഞേ, നമ്മുടെ എന്തുമാത്രം പ്രാക്ടിക്കലായിരിക്കും ഗണപതി വട്ടം. സുൽത്താൻ ബത്തേരി ഗണപതി വട്ടം എന്ന് പറയണമെന്ന് പറഞ്ഞു ഒരാൾ പറഞ്ഞു. എന്തോ അഭിപ്രായം പറയാൻ തെറ്റില്ലല്ലോ. അങ്ങനെയെങ്കിൽ ഗുരുവായൂരിൻ്റെ പഴയ പേര് ഗുരുവായൂർ വട്ടം എന്നാണ്.
അപ്പോൾ ഗുരുവായൂരമാക്കണം. അങ്ങനെ പല പേരുണ്ട് പഴയത്. അതെല്ലാം ഇപ്പോഴത്തെ രീതിയിലാക്കുമ്പോൾ അത് ആൾക്കാർ ഇഷ്ടാവില്ല. അപ്പോൾ നമ്മൾ പറയുന്നത് കുറച്ചുകൂടിയൊക്കെ അവിടെ ഞങ്ങൾ പറയുന്നത് പ്രാക്ടിക്കലായിരിക്കണ്ടേ. അന്ധമായ വിരോധം, അന്ധമായ സമുദായ വിരോധമൊക്കെ വരുമ്പോൾ അത് രാജ്യത്തെ വളർത്തല്ല, തളർത്തിക്കളയുന്നേ. മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ്, അവന് സഹകരണ മനോഭാവം വേണം. അതില്ല പറ്റില്ല. അങ്ങനെയൊക്കെ ഒറ്റപ്പെട്ട് ഒതുങ്ങി രാജ്യത്തെ കൊണ്ടുപോയാൽ ആ രാജ്യം വളർച്ചയെല്ലാം മുരടിച്ചാണ്. അത് ഞങ്ങൾ പറഞ്ഞ വിദേശ ശക്തികൾ ഇന്ത്യ മഹാരാജ്യത്തെ നശിപ്പിക്കാൻ കോപ്പ് കൂട്ടുന്നുണ്ട്. അത് പണ്ട് മുതലുള്ളതാണ്, ഇപ്പോൾ പ്രത്യേകിച്ചും. അത് നമ്മൾ വിഷമത്തിലാകും. നമ്മൾ സ്റ്റേണായി ശക്തമായി നിൽക്കണ്ടേ. അതൊന്നും ചെയ്യാതെ കാര്യങ്ങൾ വളരെ അപകടപ്പെട്ട രീതിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് നിർത്താണ്. അത് മറ്റൊന്നുമില്ല, നമ്മുടെ സിനിമാ നടൻ ജയറാമിന് 2 മക്കളുടെയും കല്യാണം ഗുരുവായൂർ അമ്പലത്തിൽ നടത്തി. ഏതാനും മാസങ്ങൾ വ്യത്യാസമുള്ളൂ. പബ്ലിസിറ്റിയും കിട്ടി. ഈ ജയറാമിൻ്റെയും പാർവതി കല്യാണം ഇതേ ഗുരുവായൂർ അമ്പലത്തിൽ നടത്തി. അന്ന് ആ വാർത്ത മാധ്യമം എന്ന പത്രം വാങ്ങി എല്ലാ പത്രത്തിൻ്റെയും ഫ്രണ്ട് പേജിൽ എന്താണ് പളുവെളുത്ത പട്ടുസാരി പട്ട് ഷർട്ടൊക്കെ ഇട്ട് നിൽക്കുന്ന ഫോട്ടോ ഉണ്ട് ഫ്രണ്ട് പേജിൽ, വലിയ ഫോട്ടോ. ഇവൻ മാതൃഭൂമി ഉൾപ്പെടെ മാധ്യമത്തിൽ ഉള്ളിലാകത്തുള്ളൂ. അന്ന് തന്നെ ആ ദിവസം തന്നെയാണ് പോഞ്ഞിക്കര ഷാഫി മരിച്ചത്. പോഞ്ഞിക്കര റാഫി പോഞ്ഞിക്കര റാഫി എന്ന് പേരിന്. റാഫി ക്രിസ്ത്യാനിയാണ്, മുസ്ലിമല്ല. അത് ചരമകോളത്തിൽ ഈ പത്രക്കാളെ കൊടുത്തത്. ആരായിരുന്നു പോഞ്ഞിക്കര റാഫി? ആരായിരുന്നു ജയറാം? പോഞ്ഞിക്കര റാഫികൾക്ക് മുൻപിൽ ജയറാം ആരെങ്കിലും ആണോ? കുറേ സിനിമയിൽ അഭിനയിക്കുന്ന ആളെന്നല്ലാതെ കുറേ പണം ഉണ്ടെന്നല്ലാതെ പോഞ്ഞിക്കര റാഫിയുടെ റാങ്ക് കിടക്കുന്നു, ജയറാമിന് റാങ്ക് എടുക്കുന്നു. അത് ജയറാമിൻ്റെ കല്യാണ പാർട്ടിയാണ് പത്താക്കാർ ഒത്ത്. കാരണം പത്രക്കാർക്ക് 10 ചിലവാണ് അവിടെ ആവില്ല. റാഫി എന്ന പേരായതുകൊണ്ടാണെന്ന് സംശയമുണ്ട്. ഇപ്പോൾ TKC വടതലുണ്ട്. TK ചാത്തൻ വടതലാന്ന് ഇട്ടുകൊണ്ടിരുന്നത്. അന്ന് പത്രത്തിൽ വന്നില്ല. അപ്പോൾ ആ ചാത്തൻ മാറ്റി വടതലാക്കിയപ്പോൾ എന്തു പറ്റി? 10 വരാൻ തുടങ്ങി. അതൊരു പേര് ഞാൻ പറഞ്ഞത് ഫിറോസ് ഗാന്ധി. ആ ഫിറോസിൻ്റെ പേര് കൂടിയാണെന്ന് അദ്ദേഹത്തെ അവോയ്ഡ് ചെയ്ത് കോൺഗ്രസ്സുകാരും മറ്റുള്ള ആൾക്കാരും. ഫിറോസ് മുസ്ലിം അല്ല, അദ്ദേഹം പക്ക പാർസിയാണ്. ഇറാനിൽ നിന്ന് വന്ന ഹിന്ദുക്കളാണ് പാർസികൾ തോന്നുന്നത്. ആ പാർസിയാണ്, മുസ്ലിം അല്ല. പലരും സംശയത്തോടെ ഫിറോസ് ഗാന്ധി മുസ്ലിമാണ്. ഇപ്പോൾ ഒരു മുസ്ലിം നെയിം വിട്ടുകൊണ്ട് നെഹ്റുവിൻ്റെ ജന്മദിനം നവംബർ 14 കഴിഞ്ഞു. 14 കഴിഞ്ഞിട്ട് ഇന്നേക്ക് ഒരു മാസമായി. ഇന്നൊരു ക്രിസംഗി പറയാന്നറിയോ, അയാളൊരു എന്താണ് ഷെയ്ഖാണ്, ഷെയ്ഖ് കള്ളനായിട്ട് തമ്മിൽ എന്താണ് നിയമം ഉണ്ടാക്കിയത്, ഒക്കെ നിയമം ഉണ്ടാക്കിയത് പറഞ്ഞിട്ട്. എന്തൊരു അസൂയ, എന്താ രീതി ഇത്? നെഹ്റുവൊക്കെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആരായിരുന്നു? അതിൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരു നേതാവ് ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചില്ല. ഒരു നേതാവ് ഏത് പാർട്ടി എടുത്തോട്ടെ, ഇന്ത്യ ആദ്യം എടുത്തോട്ടെ. അതൊക്കെ അന്ധമായിട്ട് പറയാൻ തുടങ്ങുമ്പോൾ അതൊക്കെ സഹിക്കാൻ പറ്റുമോ ഇന്ത്യക്കാരെ സംബന്ധിച്ച്? അങ്ങനെയൊക്കെ പോകുമ്പോൾ ഇനിയെങ്കിലും കാര്യങ്ങളെ മനസ്സിലാക്കി മുന്നോട്ട് പോകണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താണ്. നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.